എൻ്റെ മക്കളെ ഇത് നോക്കി നോക്കിയാ ഫുള്ള് മഞ്ഞിനെ കൊണ്ട് മൂടിയിട്ടുണ്ട്. ഇതാ നമ്മള് വന്ന വഴിയൊന്നും കാണുന്നില്ല. അവിടെ വണ്ടിയെല്ലാം ഇല്ല. നമ്മളിപ്പോൾ ടോയ്ലറ്റിലേക്കാണ് പോകുന്നത്. ടോയ്ലറ്റ് തന്നെ ഇപ്പോൾ കാണുന്നില്ല. ഏകദേശം ഒരു ഐഡ് വെച്ച് പോകുന്ന കേട്ടാ. നമ്മളെ വണ്ടിയും കാര്യങ്ങളൊക്കെ അവിടെ ഇല്ലേ. തണുത്തിട്ട് ശ്വാസം കിട്ടുന്നില്ല കേട്ടാ. 14,000 അടി ഉയരത്തിലാട്ടോ ഇതില്ലത്. വിഷമണ്ട. നമ്മൾ നാത്തൂലാന്ന് ബാബ മന്ദിറിലേക്ക് പോകുന്ന വഴിക്ക് ഉള്ളൊരു ലേക്കാട്ടാ. 14,000 ഫീറ്റ് ഉയരത്തിലാട്ടാ. 14,000 അടി ഉയരത്തിലുള്ളൊരു തടാകമാണ് കണ്ടാ. ഇതിനകത്ത് ബോട്ട് റൈഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. അവിടെ ടിക്കറ്റ് കൗണ്ടറൊക്കെ അവിടെ വരുന്നു. അവിടെ നിന്ന് ടിക്കറ്റ് എടുത്താൽ നമുക്ക് ബോട്ട് റൈഡും കാര്യങ്ങളൊക്കെ പോവാം. ഏതാ വ്യൂ. ഭയങ്കര തണുപ്പുണ്ട്. ഞാനിപ്പോൾ വീഡിയോ എടുത്തുകൊണ്ട് നിൽക്കുമ്പം തണുത്ത് പറിച്ചിട്ടില്ല. ഇതാ കൈയെല്ലാം ഏകദേശം മരവിച്ചിട്ട് കൈക്ക് ഗ്ലൗന്ന് വെച്ചിട്ടില്ല. നല്ല പ്യൂർ വാട്ടർ ആട്ടോ. നമുക്ക് കണ്ടാ 14,000 അടി ഉയരത്തിൽ മലയുടെ മുകളിലൊരു റിവർ. സംഭവം സെറ്റപ്പ് തന്നെയല്ലേ. കണ്ടാ അതിപ്പോൾ ആ ഏരിയ വന്നേ. അങ്ങ് ഏരിയ നമ്മൾ വന്നേ. അതിലേ കൂടി ആർമിയുടെ വണ്ടിയും കാര്യങ്ങളൊക്കെ പോകുന്നുണ്ട്. ഇത് നമുക്ക് നേരെ അങ്ങോട്ടേക്കാണ് പോകണ്ട. അവിടെ ആട്ടോ ബാബാ മന്ദിർ വരുന്നത്. ഇത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പം ബാബാ മന്ദിറിലേക്ക് പോകുന്നവർക്ക് ആ റൂട്ടിൽ എൻ്റർടൈൻ ചെയ്യാൻ പറ്റിയ നല്ലൊരു ഏരിയ കേട്ടോ. ബോട്ടിലുണ്ട്. അവർ ടിക്കറ്റ് എടുക്കാൻ പോയിട്ടുണ്ട്. ബോട്ടുണ്ട്. പെഡലിംഗ് ബോട്ട് കേട്ടോ. പെഡലിംഗ് ബോട്ടാണ് വരുന്നത്. ഇത് എത്ര ദൂരം ഒന്നും വരില്ല. ടൈമിംഗ് ആയിരിക്കും കേട്ടോ. ഏകദേശം റിസ്ക് ഒന്നുമില്ല. നല്ല സേഫായിട്ടാണ് അവിടെ നിർത്തുന്നത്. വലിയ ആഴമൊന്നും ഇല്ലയെന്ന് തോന്നുന്നത്. അത് ഇത്ര ടൈം ആകുമ്പോൾ അവർ വിളിക്കും. അപ്പോൾ വന്നാൽ മതി. ഓക്കെ, അതുവരെ നമുക്ക് ഇതിൽ റൈഡ് ചെയ്യും. ഇതിൽ 4 ആക്കാൻ തോന്നി പോകാൻ പറ്റുന്നത്. ശരിയായിട്ട് പോവാം. നോക്കട്ടെ. നമുക്കൊന്ന് വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ടൊന്ന് കയറി നോക്കാം അല്ലേ. ഭയങ്കര തണുപ്പാന്ന്. ഈ സമയത്താരും വെള്ളത്തിൽ വീണലിൻ്റെ അവസ്ഥ. അതൊക്കെ കയറി നോക്കാം. ഹൗസ് ബോട്ടിലേക്ക് പോകാട്ടാ. പിള്ളേരെല്ലാം വിടുന്നില്ല. ഹൗസ് ബോട്ടിൽ ഹൗസ് ബോട്ട് എന്ന് പറയുന്നത്. ഈ പെഡൽ ബോട്ടിൽ പോകണമെന്ന് വാശി വെച്ചിട്ട് പെഡൽ ബോട്ടിൽ പോകട്ടാ. അങ്ങനെ എല്ലാവരും ലൈഫ് ജാക്കറ്റിലിട്ട് സെറ്റായിട്ടുണ്ട്. പാവം അവർക്കില്ലാട്ടാ. അവരവിടെ നോക്കിക്കൊണ്ട് വരും. അപ്പോൾ നമ്മളങ്ങനെ പെഡൽ ബോട്ടിൽ കയറിയിട്ടാ. അവർ പാവങ്ങളെന്താ അവിടെ എടുക്കുന്നുണ്ട്. നമ്മൾ മൊത്തം 7 പേരുണ്ട് ബോട്ടില്. അവരുണ്ട്. ഞാൻ ചവിട്ടുന്നുണ്ട്. സൂപ്പർ അല്ലേ. ഈ റൗണ്ട് മൊത്തം ചുറ്റി വരലാന്ന് കേട്ടാ. അതിലേ അങ്ങനെ ചുറ്റി വരലാന്ന്. നല്ല രസമുണ്ട്. നമ്മളെ നാട്ടിൽ നിന്ന് പെഡൽ ബോട്ടിങ് ചെയ്യുന്നവർക്കല്ല. നാട്ടിൽ നല്ല വെയിലും ചൂടുമല്ലേ. നല്ല തണുപ്പാണ്. ഭയങ്കര തണുപ്പാണ്. തണുപ്പത്തെ ചവിട്ടിക്കുന്നത്.
നല്ല തണുപ്പുണ്ട്. തണുത്ത വെള്ളമാണ്. ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ ഹയസ്റ്റ് ലേക്കാട്ടോ ഇത്. ലേക്ക് മീൻസ് ഹയസ്റ്റ് ബോട്ടിംഗ് ലേക്ക് ചെയ്തിട്ടാ. 14,000 അടി ഉയരത്തിലാട്ടോ ഇതിൻ്റെത്. 14,000 അടി ഉയരത്തിലാണ് നമ്മുടെ പവൻ പെഡൽ ബോട്ട് ചവിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഏഷ്യയിലായ ഹയസ്റ്റ് ബോട്ടിംഗ് ലേക്കിൽ. തണുപ്പുണ്ട്. ഇല്ല വിചാരിക്കുന്ന പോലെ അല്ല, നല്ല സുഖമൊന്നുമില്ല. ചവിട്ടാൻ വലിയ പ്രശ്നമൊന്നുമില്ല. പക്ഷെ ഭയങ്കര തണുപ്പുണ്ട്. തണുപ്പിന് കഴിഞ്ഞ Prince driver, നമ്മളിത് കഴിഞ്ഞിട്ടോ റൈഡ് കഴിഞ്ഞു. നമ്മൾ വരുന്ന സമയത്ത് ഭയങ്കര കോടയുണ്ടായിരുന്നു. നിങ്ങൾക്ക് കാണിച്ചിട്ടുണ്ടായിരുന്നു, നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. നാക്ക് കുഴക്കുന്നുണ്ട്, കാരണം തണുപ്പായതുകൊണ്ട് കേട്ടോ. ഇതെല്ലാം ഏകദേശം ഡ്രൈ ആയി. ഇനിയിപ്പോൾ നേരെ നമ്മൾ ബാബാ മന്ദിറിലേക്കാണ് പോകട്ടെ. ഇവിടുന്ന് ഏകദേശം കുറച്ച് സമയമേ ഉള്ളൂ. അതിനടുക്ക് അവിടെ ഫുഡുണ്ട്. ഫുഡൊന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് ഒന്ന് നേരെ വിടാം. ഇടയ്ക്ക് രാവിലെ വീട്ടിൽ നിന്ന് വരുമ്പോൾ ഇതെല്ലാം കൊണ്ടുപോകാൻ വന്നു കേട്ടോ. ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം എടുത്തിട്ട് തന്നെ വന്നേ. ആലുവിൻ്റെ സബ്ജി ഉണ്ട്. പിന്നെ ഇന്നലത്തെ നമ്മളെ ഇതുണ്ട് കേട്ടോ. ഇന്നലത്തെ നമ്മളെ ഇത് പേരിന് സാലു റൊട്ടി ഉണ്ട്. വേണ്ട നിങ്ങളെ ചൂട് ചായും. ഇതാ മക്കളെ, ഇത് നോക്കി നോക്കിയാ ഫുള്ള് മഞ്ഞിനെ കൊണ്ട് മൂടിയിട്ടുണ്ട്. ഇതാ നമ്മളെ വന്ന വഴിയൊന്നും കാണുന്നില്ല. അവിടെ ആ വണ്ടിയെല്ലാം ഇല്ല. നമ്മളിപ്പോൾ ടോയ്ലറ്റിലേക്കാണ് പോകുന്നത്. ടോയ്ലറ്റ് തന്നെ ഇപ്പോൾ കാണുന്നില്ല. ഏകദേശം റൈഡ് വെച്ച് പോകുന്നു കേട്ടോ. നമ്മളെ വണ്ടിയും കാര്യങ്ങളൊക്കെ അവിടെ ഇല്ലേ. തണുപ്പിട്ട് ശ്വാസം കിട്ടുന്നില്ല കേട്ടോ. ഭയങ്കര തണുപ്പാണ്. തണുപ്പ് എന്ന് പറഞ്ഞാൽ അമ്മാതിരി തണുപ്പ്. -ഡിഗ്രി എത്രയാണെന്നൊരു പിടുത്തമില്ല. നമ്മളിവിടെ എത്തിയിട്ടാ. ബാബാ മന്ദിറിലെത്തിയ ഭയങ്കര തിരക്കാണ്. ഇതാ കണ്ട, നിങ്ങൾ കണ്ടുക. അവിടെ ഗിഫ്റ്റ് ഷോപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതാണ് കേട്ടോ, ആ കാണുന്ന കേട്ടോ ബാബാ മന്ദിർ. ഇത് അതിൻ്റെ എൻട്രൻസ് ആണ്. മേലൊക്കെ കണ്ടോ, ഉള്ളു ഭയങ്കര തിരക്കാണ് കേട്ടോ. മാസ്ക് ഇടണം കേട്ടോ. മാസ്ക് ഇട്ടില്ലെങ്കിൽ അതിൻ്റെ ഉള്ളിൽ കയറ്റൂല എന്ന് പറയുന്നത്. ബാബാ ബാബാ ഇതാട്ടോ ബാബാ മന്ദിറിൻ്റെ എൻട്രൻസ്. എൻട്രി ഇതാ, എക്സിറ്റ് ഇതാട്ടോ. ഇവിടെ ലിവിങ് റൂമും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ.